കല്ലുപ്പുണ്ടോ? ആ ഒരു പിടി കല്ലുപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. ഈ ഒരു പിടി കല്ലുപ്പ് മാത്രം മതി വീട്ടിൽ പെറ്റി വരുന്ന എലികളെയും പല്ലികളെയും എല്ലാം തുരത്താനും കിച്ചണിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമൊക്കെ ആയിട്ടാണ് ഇന്ന് കല്ലുപ്പും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കല്ലുപ്പ് കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ കുറച്ച് ബൗളിലേക്ക് കല്ലുപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കല്ലുപ്പിൽ നിന്ന് ഒരു കഷ്ണം കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് പൊടി എടുക്കരുത്, കല്ലുപ്പ് മാത്രമേ എടുക്കാവുള്ളൂ. ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മളെ വീടുകളിലെ വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ കുറേ ഏറെ മേടിച്ച് വെക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ നമുക്ക് ഡെയിലി എണ്ണയ്ക്കൊക്കെ വളരെ ആവശ്യം കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് വെക്കുമ്പോൾ കനച്ച ഒരു മണം വരും. ഒരുപാട് മേടിച്ച് വെക്കുമ്പോൾ കനച്ച ഒരു സ്മെല്ല് വരും അല്ലേ. അന്നപ്പോൾ നമുക്കത് കനച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുപ്പിയിലേക്ക് ഒരു കഷ്ണം കല്ലുപ്പിട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ. അത് കനച്ച് പോകത്തേയില്ല. മേടിക്കുന്ന പോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കംഫർട്ടാണ് ഇവിടെ അടിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ നല്ലൊരു മണത്തിനായിട്ടുള്ളത് അതെടുക്കുക. കുറച്ച് കല്ലുപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറും കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഒന്ന് കെട്ടി വെച്ചിട്ട് നമ്മുടെ വീടിനുള്ളിൽ എവിടെയാണ് തുണിയൊക്കെ വെക്കുന്ന ഭാഗത്താണെങ്കിൽ അല്ലെങ്കിൽ അലമാരിക്കകത്തൊക്കെ നമ്മൾ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, സോപ്പുകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുമല്ലോ. അതൊക്കെ നമ്മൾ എപ്പോഴും അടച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലെ. തുണിയൊക്കെയാണ് അടുക്കി വെച്ചാൽ ചിലർ എപ്പോഴും തുറക്കാത്ത അലമാരിയൊക്കെ കാണും. അതിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് നിൽക്കും. അപ്പോൾ ആ ഒരു വശത്തേക്ക് എവിടെയാണോ പാറ്റ പല്ലിയൊക്കെ കയറി ഇറങ്ങുന്ന ആ വഴിക്കെല്ലാം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ ഒരു സ്മെല്ല് ഉപ്പിൻ്റെ ഒക്കെ ഇതായിട്ട് വരുമ്പോഴത്തേക്കും പാറ്റയും പല്ലിയൊക്കെ അതിൻ്റെ അകത്തുനിന്ന് പോകുന്നതായിരിക്കും. അത് മാത്രമല്ല പൂപ്പലിൻ്റെ ഒരു മണം വരും. ആ പൂപ്പലിൻ്റെ മണവും അടച്ച് കിടക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് ബാഡ് സ്മെല്ല് വരും. അതൊക്കെ പോകാൻ വേണ്ടിയൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഇത്. കല്ലുപ്പും അതുപോലെ കംഫർട്ട് ഒഴിച്ച് വെക്കുന്നത്. നിങ്ങൾ എവിടെയാണ് അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പാറ്റ പല്ലി ശല്യം ഒന്നും ഉണ്ടാകത്തുമില്ല. നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും അലമാരി തുറക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഞാൻ എപ്പോഴും ആ കുപ്പിയിലേക്ക് അരക്കുപ്പിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പിടി കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹാർപ്പിക്കിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസോൾ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. പക്ഷേ ഹാർപ്പിക്കാണ് ഏറ്റവും നല്ല ഈ ഒരു ടിപ്പിനായിട്ട്. അപ്പോൾ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഹാർപ്പിക്ക് ഈ കല്ലുപ്പും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയാണ് രണ്ടായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇത് കിച്ചൺ സിങ്കിലാണ് ഉപയോഗിക്കുന്നത്. കാര്യം കിച്ചൺ സിങ്ക് നമ്മൾ എന്ന് യൂസ് ചെയ്യുമ്പോൾ കിച്ചൺ സിങ്കിൽ അപ്പടി കറകളും അതുപോലെ തന്നെ ഉപ്പ് കറയൊക്കെ പിടിക്കാറുണ്ട്. വെള്ളത്തിൽ നിന്ന് ഉപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ കറ എല്ലാവരും പിടിക്കാറുണ്ട്. വെട്ടത്തിൽ വെളുത്തിരിക്കും. അപ്പോൾ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് ഹാർപ്പിക്കും കല്ലുപ്പും. ഇത് നേരിട്ട് ഹാർപ്പിക്ക് ഒരിക്കലും നമ്മുടെ സിങ്കിൽ ഉപയോഗിക്കരുത്. സിങ്ക് ദ്രവിച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സിങ്ക് കണ്ടില്ലേ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എന്ന് നമ്മൾ രാവിലെ മുതൽ കിച്ചണിൽ പണിയുന്നതല്ലേ. അന്നിപ്പോൾ സിങ്കൊക്കെ ഈ ഒരു കോളത്തിൽ കിടക്കും. അത് മാത്രമല്ല മീൻ, ഇറച്ചിയുടെയൊക്കെ വെട്ടിയ വെള്ളം എല്ലാം അതിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്മെല്ലും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ വേറൊന്നിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. 2 മിനിറ്റ് അങ്ങനെ ഇട്ടേക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് കഴുകി നോക്കൂ. ഇതിനായിട്ട് വേറെ സോപ്പ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്നിട്ട് കയ്യിലൊരു കവർ എന്തെങ്കിലും ഇങ്ങനെ ഇത് ചുറ്റിക്കൊടുക്കുക. കാര്യം ഈ ഹാർപ്പിക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് ഒന്നും നമ്മൾ സിങ്കിൻ്റെ അത് കൈയിടാതിരിക്കുകയാണ് നല്ലത്. ഹാർപ്പിക്കിൻ്റെ ഒക്കെ അലർജി കൈക്കൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് നമുക്ക് ഒരു കവർ കൈ കെട്ടിയിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് എടുക്കുക. എന്നിട്ട് ആ കല്ലുപ്പ് കൊണ്ട് വേണം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഹാർപ്പിക്കിൻ്റെ അകത്ത് കല്ലുപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു സ്ക്രബ്ബറിന് പകരം ഇതെടുക്കുക. അപ്പോൾ നല്ല പോലെ അതിൻ്റെ അകത്തുള്ള എണ്ണ മെഴുക്കുക, അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ഇതൊക്കെ പോയി നല്ല ആ ഉപ്പുകറ പിടിച്ച വെള്ള മീൻ കിടക്കുന്ന സിങ്കിൽ പോലെ ഈ കല്ലുപ്പ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. എന്നിട്ട് ഞാൻ നല്ലപോലെ കഴുകി കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഫുള്ള് എണ്ണമയവും ആ ചെടി അഴുക്കും എല്ലാം എൻ്റെ കയ്യിൽ ആ കവറിൽ പറ്റിയിരിക്കുന്നത് കാണിച്ചു തരാം. നല്ലപോലെ വെട്ടിത്തിളങ്ങി നമ്മുടെ സിങ്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഉപ്പുകറ പിടിച്ച് എല്ലാം മാറിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ചെടിയെല്ലാം ആ കവറിൽ പിടിക്കും. നമ്മുടെ കൈ നല്ലതായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കും. എന്നിട്ട് ഞാൻ കഴുകി കാണിച്ചു തരാം. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടില്ലേ, നമ്മുടെ സിങ്ക് നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഹാർപ്പിക്കൊക്കെ ഉള്ള ആയതുകൊണ്ട് പൈപ്പിലുള്ള ആ
പായലുകളെല്ലാം പോയി നല്ലപോലെ വെള്ളമൊക്കെ ബ്ലോക്കൊക്കെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി ഇങ്ങനെയെല്ലാം നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കാറുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടി, മൈദാമാവ്, ഗോതമ്പ് മാവ് ഇതെല്ലാം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കുറേ നാൾ ഇതൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലെല്ലാം പൂപ്പൽ പോലെ വരാനും ആ മാവൊക്കെ ചള്ളായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം ഇപ്പം മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മല്ലിപ്പൊടിയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഒരിക്കലും കേടായി പോകത്തില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയിലേക്ക് കുറച്ച് കല്ലുപ്പാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കല്ലുപ്പൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അതേപടി തരുതരാന്ന് വെച്ച് കൊടുക്കരുത്. കാര്യം നമ്മുടെ കയ്യിലേക്ക് ഇത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൈക്ക് എപ്പോഴും നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ അപ്പോൾ നമ്മുടെ കയ്യിലെ തൊലിയും ഒക്കെ നല്ല ഹാർഡായിട്ടിരിക്കും. അതുമാത്രമല്ല കൈക്കൊക്കെ കയ്യിലെ മിനുസമൊക്കെ പോയിട്ട് ഒരുമാതിരി വരണ്ട് ഉണങ്ങിയതുപോലെയും അങ്ങനെ ഒരുമാതിരി ഇതായിട്ടിരിക്കും. പ്രായമാകുന്നവർ നമ്മുടെ കൈ വിരലൊക്കെ ചുളിയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്കിന്നൊക്കെ നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആകാനും ആ കൈക്കൊക്കെ നല്ലൊരു മിനുസം വരാൻ വേണ്ടിയിട്ടുമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. നാരങ്ങയിലേക്ക് ഇത് വെച്ചിട്ട് ശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ കൈയൊന്ന് കണ്ടു നോക്കും. നല്ലപോലെ വെളുത്തിട്ടുമുണ്ട്. പിന്നെ നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് ഞാനിതിൻ്റെ ഒരു ചെറിയൊരു തുണിക്കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൗഡറാണ് കേട്ടോ. ഇപ്പോൾ ഈ പൗഡറും കല്ലുപ്പും കൂടെ ചേരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഈ കല്ലുപ്പിന് ബാഡ് സ്മെല്ലല്ല, അബ്സർവ് ചെയ്യാനുള്ള കഴിവും അതുമാത്രമല്ല ഈ പൗഡർ നമ്മുടെ മുഖത്തിടാൻ മാത്രമല്ല ഉറുമ്പുകളുടെ ശല്യം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഉറുമ്പൊക്കെ നമ്മുടെ വീടിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉറുമ്പ് പൊടി ഒന്ന് മേടിച്ചിടാതെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആ ഉറുമ്പ് അവിടുന്ന് പോകുന്നതായിരിക്കും. എന്നിട്ട് ഈ പൗഡറും ഈ കല്ലുപ്പും കൂടെ ഒന്ന് ഞാൻ കിഴികെട്ടി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് വാഷിംഗ് മെഷീൻ തുണിയൊക്കെ ഒത്തിരി അലക്കാനുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് വയ്യാഴിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അലക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാഴ്ചയോളം തുണിയൊന്നും അലക്കാതെ നമ്മൾ വാഷിംഗ് മെഷീൻ തന്നെ ഇട്ട് വെക്കുവാണെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇടണം, അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇങ്ങനെ തുണി അലക്കാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ട്. അഴുക്ക് പിടിച്ച തുണിയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാനും അതിൽ ഈ ഉറുമ്പുകൾ അങ്ങനെ പല്ലി പാറ്റ ഒന്നും കയറാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ കിരി കെട്ടി ആ തുണിയുടെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ക്ഷീണം മാറിക്കഴിയും പനിയൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ അലക്കാവുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ നല്ലപോലെ അലക്കിയതിന് ശേഷമാണെങ്കിലും നമ്മൾ 2-3 ദിവസം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്മെല്ല് പോകാൻ ഇതുപോലൊരു കിരി കെട്ടി ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പ്, ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു പിടി കല്ലുപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി അത് ചതച്ചിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചവെള്ളം മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ നാരങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നാരങ്ങയും കൊണ്ട് പല്ലിയെ എലികളെ പാറ്റകളെ എല്ലാം ഓടിക്കുന്നൊരു ടിപ്പ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരൊന്ന് പോയി കാണണേ. ഇത് വളരെ നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ എലികളെയും പല്ലികളെയും പാറ്റകളെയൊക്കെ നമുക്ക് കൊല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരത്താൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. അപ്പോൾ എൻ്റെ പരിസരത്തുള്ള പെരുച്ചാരികളെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ ചെയ്യുന്നത്. ഇത് ഞാനിന്ന് കുറച്ച് വെള്ളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഒഴിച്ച് കൊടുക്കുക. പക്ഷേ ഡെറ്റോൾ വളരെ നല്ലതാണ്. അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ പാമ്പ് അതുപോലെ പെരിച്ചാരികൾ എലികൾ പല്ലികളെല്ലാം വീടിൻ്റെ അകത്തുനിന്ന് വീടിൻ്റെ പരിസരത്ത് നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ആ വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് അരിച്ച് കുപ്പിയിലേക്ക് എടുത്തിട്ടുണ്ട്. സ്പ്രേ ബോട്ടിലേക്കാണ് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കുപ്പിക്ക് അടപ്പിലൊരു ഹോളിട്ടെടുത്താൽ മാത്രം മതി. അതെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ കല്യാണ സുഗന്ധി എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിങ്ങനെ കൂട്ടമായിട്ട് വളർന്ന് നിൽക്കുന്നത് കാരണം അവിടേക്ക് എലിമട പോലെ എലി കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ ചില സമയം പാമ്പുകൾ കയറിയിരിക്കാറുണ്ട്. അതുപോലെ തന്നെ
പിന്നെ പെരിച്ചാഴികളുടെ ശല്യം കൂടുതലാണ്. പക്ഷേങ്കിൽ അപ്പോൾ അവിടെ നല്ല തണുപ്പൊക്കെയുള്ള ഏരിയ ആയത് കാരണമാണ് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലേക്കെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് പൊക്കോളുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് കല്യാണ സൗകര്യം ഇതുപോലെ ഒത്തിരി ചെടികളൊക്കെ കൂട്ടമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എലികളുടെ ശല്യമൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും, നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ചതച്ചിട്ട് തളിക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ ശല്യം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്ത വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ആ അരിപ്പേ തന്നെ വെച്ചിട്ട് നമ്മുടെ കിച്ചണിൽ ഭിത്തിയിൽ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ്, അതിൽ അങ്ങോട്ട് വരുത്തേയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.